മറക്കും, എനിക്കറിയാം മറക്കൂന്ന്. നിങ്ങൾക്ക് ഇപ്പൊ ഇതൊന്നും അല്ല ചിന്ത. ശരത്തേട്ടാ, ഇനി എന്നെ വിളിച്ചു പോയേക്കരുത് കേട്ടോ. ഇതന്നെ രാവിലെ രണ്ടുപേരും കൂടെ അടിയാണോ? ഒന്നും പറയണ്ട മാളു. കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായി എന്നും ഗുഡ് മോർണിംഗ് അയക്കുന്ന ആളാ. ഇന്ന് ഗുഡ് മോർണിംഗ് അയച്ചില്ല. അതിന്റെ അർത്ഥം എന്നെ വേണ്ടെന്നല്ലേ? ജീവിക്കട്ടെ, സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഞാനൊരു ശരീരത്തിനും പോകുന്നില്ല. ചേച്ചി എന്നെ പൊട്ടിയ ചേച്ചി. ചേച്ചി വിളിക്കായിരുന്ന ആർക്കാ സന്തോഷം? ശരത്തേന്റെ സന്തോഷം. അത് നമ്മൾ ഒരിക്കലും അനുവദിച്ചൊടുക്കാൻ പാടില്ല. ചേച്ചി എന്നെയാണ് വിളിച്ച് ആ സന്തോഷം കെടുത്തണം. ആണല്ലേ? അങ്ങനെ ഇപ്പൊ സന്തോഷിക്കണ്ട. കുറെ ദിവസമായിട്ട് ഞാൻ ഹെയർ സ്പാ ചെയ്യട്ടെ ചോദിക്കുക. ഇതുവരെ സമ്മതിക്കുന്നില്ല. ഇന്ന് ഞാൻ ഉറപ്പായിട്ടും പോയി ചെയ്യും. അങ്ങനെ കുറച്ചുകൂടെ കാശ് കളാം. ശരത്തേൻ അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. ചേച്ചിയോട് ഞാൻ പറയാനിരിക്കുവായിരുന്നു, ചേച്ചി ഈ മുടിയൊക്കെ ഒന്ന് സ്റ്റൈലാക്കിയുള്ളൂ, കുറച്ചുകൂടെ മോഡേൺ ആണ്, അപ്പൊ കുറച്ചുകൂടെ ലുക്കാവും. അല്ലെങ്കിൽ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നേ മുടിയൊക്കെ സെറ്റാക്കി ഒന്ന് സുന്ദരിയാവണമെന്ന്. പക്ഷെ എന്റെ കുഴപ്പം എന്താന്ന് വെച്ചാൽ കസ്തൂരിമാൻ അറിയത്തില്ലല്ലോ കസ്തൂരിയുടെ മണം എന്താന്ന്. ഓ പിന്നെ ഞാനൊന്ന് പറഞ്ഞെന്ന് ഓർത്ത് നിങ്ങൾ ഇത്രയും തള്ളിക്കയറുമൊന്നും വേണ്ട. പശുവിന് അതിന്റെ ചാണകത്തിന് മണം അറിയത്തില്ലല്ലോ, അതുപോലെ നിങ്ങളുള്ളൂ. അല്ലാതെ കസ്തൂരിമാനെ ഒന്നും പോയി പിടിക്കണ്ട. നീ കൂടി എവിടുന്ന്? അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവരെ ലോകം അംഗീകരിക്കത്തില്ല. അതൊരു സത്യമാണ്. മോമിനമ്മേനെ എത്ര അട്ടഹസിക്കുന്നേ? ബാ നമുക്ക് പോയി നോക്കിട്ട് വരാം. എന്തിനാ അമ്മ ചിരിക്കുന്നേ? ഈ പത്രത്തിലെ വാർത്ത കണ്ടില്ലേ? കോവിഡ് വാക്സിൻ എടുത്തവർക്കൊക്കെ സൈഡ് എഫക്ട് ഉണ്ടെന്ന് കമ്പനി തന്നെ സമ്മതിച്ചു. എല്ലാരും തട്ടിപ്പോന്നാ തോന്നുന്നു. ദേ ഓമനമ്മേ, ചുമ്മാ കളത്തരം പറയരുത് കേട്ടോ. ഞാനെന്തിനാ കള്ളത്തരം പറയുന്നേ? പേപ്പറിലുണ്ട്, നീ വേണേ വായിച്ചു നോക്ക്. ദൈവമേ, പെട്ടല്ലോ. അതിലിത്ര ചിരിക്കാനെന്താ? അമ്മ വാക്സിൻ എടുത്തല്ലേ, ഞാനല്ലേ കൊണ്ടുപോയത്. ഞാൻ വാക്സിൻ എടുത്ത് സമ്മതിച്ചു. ഞാൻ ജീവിച്ചു, കൊതി മതി എല്ലാം തീർന്നു. എന്റെ കാലം ഏകദേശം വരാറായി, അതെനിക്കറിയാം. നിന്റെയൊക്കെ കാലം എപ്പോ വേണേലും വരാം. അത് ഓർക്ക് ചിരിച്ചത്. ദൈവമേ, അമാർക്ക് നല്ല മാത്രം വരുത്തണേ.